സെക്കൻഡ് ഡേ മോർണിംഗ്, അതായത് 2026 ജാനുവരി 1 രാവിലെ ആയപ്പോൾ തന്നെ 68 കിലോമീറ്റർ താണ്ടി നമ്മൾ പോകുന്നത് ആനയടിക്കുത്തിലേക്കാണ്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വെള്ളം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ എടുത്തു. വളരെ ആകാംക്ഷയോടെ രാവിലെ തന്നെ ഇറങ്ങി. പോകുന്ന വഴിക്ക് പത്തായത്തിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ പാലയൊക്കെ കഴിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ പത്തായം. അവിടെ നിന്ന് തന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവറും കുറച്ച് പേപ്പറും ഒക്കെ വാങ്ങിച്ചു. ഈ നനഞ്ഞ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫുൾ പ്രിപ്പയർഡായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മാറി മാറിയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ശ്രീത്തും ഞാനും ഒക്കെ മാറി മാറിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് അധികം വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഒരു ചെറിയ വൈബൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലും പുറകിലൊക്കെ ആയിട്ട് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടോട്ട് പോയി. ഈ ആനയടിക്കുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. നേരെ തന്നെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം റോഡൊക്കെ നല്ല രീതിയിൽ ആയതുകൊണ്ട് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോവാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടും കുടയ്ക്കൊക്കെ എടുത്ത് ചെല്ലുവാണ് കേട്ടോ. അപ്പം അങ്ങ് കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ കുറേ ഇങ്ങനെ പാറ പോലെയൊക്കെ കാണിക്കും. ആ പാറ പോലെയൊക്കെ കാണുന്നതിൻ്റെ താഴെയായിട്ടാണ് ഈ വാട്ടർഫോൾസ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് പോയിട്ട് എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ ആളും അധികം വെള്ളവും. കുറച്ച് നേരം ഞങ്ങൾ പകച്ചു നിന്നെങ്കിലും അധികം വൈകാതെ തന്നെ ആ തീരുമാനം എടുത്തു ഗൈസ്, തിരിച്ച് പോയേക്കാം എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അടുത്തൊരു കടയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ കയറി നാരങ്ങ വെള്ളം കുടിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പോയ വഴി തന്നെ തിരിച്ചു വരുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പോട്ട്സൊക്കെ കാണും. ഇതിൽ വെള്ളമുള്ള സമയത്ത് നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് കാലെങ്കിലും നനയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി. ഭയങ്കര തണുപ്പാണ് ശരിക്കും. അപ്പം നമുക്ക് ചാടാൻ തോന്നും ആ ചെറിയ വെള്ളത്തിൽ പോലും. പിന്നെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ പോന്നു. എനിവേ വേറൊരു തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാന്തോപ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലത്തെ ഷാപ്പുണ്ട് അവിടെയാണ് കയറിയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ മീൽസൊക്കെ ആ ടൈമിൽ ചെന്നിട്ട് മീൽസൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേക ടേസ്റ്റ് അല്ലേ ഷാപ്പിലെ ഫുഡിനൊക്കെ. നമ്മൾ പോർക്കും എല്ലാം മേടിച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ട്രിപ്പ് അടപടലം എന്താ പറയുക, മനസ്സിലായല്ലോ. അപ്പം എങ്കിലും ഞങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ. അടുത്ത ട്രിപ്പ് നമുക്ക് സെറ്റാക്കാമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി.